പട്ടാമ്പി റോഡിൽ ഒരു ഗർഭിണി വീണ് അബോർഷനായി സർ. ഈ കൊലക്കുറ്റത്തിന് ആരുടെ പേരിലാണ് സർ കേസെടുക്കുക? ജനിക്കാതെ പോയ ആ കുഞ്ഞിന്റെ ഘാതകൻ PWD ഡിപ്പാർട്ട്മെന്റ് ആണ് സർ. അല്ലല്ല, പറഞ്ഞത് തെറ്റാണ്. ഞാൻ സ്റ്റെയറിനോടാണ് പറയുന്നത്. ചൊറിയുമ്പോൾ മാന്തുന്നത് സ്വാഭാവികമാണ് സാർ. കുറച്ചു കാലമായി PWD വകുപ്പ് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതിന്റെ പ്രയാസത്തിന്റെ ഭാഗമായിട്ടുള്ള ചൊറിച്ചിൽ നമുക്ക് മനസ്സിലാക്കാം സാർ. അതിന് മാന്തിക്കോ സാർ, മാന്തുന്നതിൽ കുഴപ്പമില്ല. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അല്ല, എന്റെ രീതി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അത് ഓരോരുത്തരുടെ രീതിയാണ്. മോഹൻലാലും സുരേഷ് ഗോപിയും ശോഭനയും തിലകനുമൊക്കെ തകർത്തഭിനയിച്ച ഫാസിലിന്റെ സൂപ്പർ ഹിറ്റ് സിനിമ മണിച്ചിത്രത്താഴായിരുന്നു കേരള നിയമസഭയിൽ ഇന്ന് തകർത്താടിയത്. സംസ്ഥാനത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥയെ വിമർശിച്ചുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിക്കൊണ്ട് നജീബ് കാന്തപുരം MLA പ്രസംഗിച്ചപ്പോഴാണ് മണിച്ചിത്രത്താഴിലെ കഥാപാത്രം രംഗത്ത് വന്നത്. പൊതുമരാമത്ത് വകുപ്പിനെയും മന്ത്രി മുഹമ്മദ് റിയാസിനെയും പൊളിച്ചടുക്കിക്കൊണ്ടുള്ള മുസ്ലിം ലീഗ് MLAയുടെ പ്രസംഗം കൊള്ളേണ്ടിടത്ത് കൊണ്ടു. വഴി നടക്കാനുള്ള പൗരന്റെ അവകാശം നിഷേധിച്ച ഒരു സർക്കാരാണിത്. സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ വ്യക്തിയുടെയും ഭരണഘടനാപരമായ അവകാശമാണ്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ 30,000-ഓളം കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡുകൾ നാട്ടിലുണ്ട് എന്നാണ് ബഹുമാന്യനായ മന്ത്രി ഇപ്പോൾ പറഞ്ഞത്. ഇവയിൽ എത്ര റോഡുകളിലൂടെ ആളുകൾക്ക് എല്ലൊടിയാതെ യാത്ര ചെയ്യാനാവും സർ? അങ്ങ് ഭാവിയിൽ റോഡ് നന്നാവുമെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. എന്നാണ് സർ ആ ഭാവി ഉണ്ടാവുക? 3.5 കോടി മലയാളികൾ മഹാഭൂരിപക്ഷം പേരും യാത്രക്ക് ആശ്രയിക്കുന്നത് റോഡ് മാർഗമാണ്. ഒരു വർഷം ശരാശരി റോഡ് ഉപയോഗിക്കുന്ന ആളുകളിൽ നിന്ന് സംസ്ഥാന സർക്കാർ വാഹന നികുതിയായി മാത്രം ഈടാക്കുന്നത് 6,000 കോടി രൂപയാണ് സർ. എന്നാൽ നമ്മൾ എന്താണ് സർ ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കുന്നത്? ഇന്ന് യുദ്ധഭൂമിയിലേക്ക് പോകുന്ന പോലെയല്ലേ ആളുകൾ നടുറോട്ടിലേക്ക് പോകുന്നത്? ജീവൻ കിട്ടിയാൽ കിട്ടി, തിരിച്ചു വന്നാൽ വന്നു. എന്തുറപ്പാണ് റോഡ് വഴിയുള്ള യാത്രകൾക്കുള്ളത്? കാൽനട യാത്രക്കാർക്ക്, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, ആസ്പത്രികളിൽ പോകുന്നവർക്ക് കേരളത്തിലെ ഒരു റോഡിലൂടെ സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുമോ സർ? അതെ, പെരിന്തൽമണ്ണയുണ്ട്. മണിച്ചിത്രത്താഴിലെ കുതിരവട്ടം പപ്പുവിനെ പോലെ ചെമ്പരത്തിപ്പൂ ചെവിയിൽ വെച്ച് ചാടി പോകേണ്ട അവസ്ഥയല്ലേ സർ മലയാളികൾക്കിപ്പോൾ? പണ്ട് ബഹുമാന്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കുഴികൾ എണ്ണാനായിരുന്നു ആവശ്യപ്പെട്ടത്. ഇന്ന് റോഡിലെ കുളങ്ങൾ എണ്ണിയാൽ തീരുമോ സർ? എത്ര വിലപ്പെട്ട ജീവനുകൾ പൊലിഞ്ഞു? കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുക്കാം സർ. 2023 മാത്രം 4010 ജീവനുകളാണ് റോഡ് അപകടങ്ങളിൽ നഷ്ടപ്പെട്ടത്. 54,369 പേർക്കാണ് പരിക്കേറ്റത്. എത്ര മനുഷ്യരുടെ നട്ടലൊടിഞ്ഞു? എത്ര മനുഷ്യർ ബെഡ് റിഡനായി? എത്ര മനുഷ്യർക്ക് അംഗവൈകല്യമുണ്ടായി? എത്ര ഗർഭിണികൾ നടുറോട്ടിൽ പ്രസവിച്ചു? എത്ര സ്ത്രീകൾക്ക് അബോർഷനായി? ഇത് കേട്ടാൽ തോന്നും ഞാൻ ഈ പറയുന്നതെല്ലാം മാസങ്ങൾക്ക് മുമ്പാണ് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ മകുടോദാഹരണമായി എന്റെ നിയോജക മണ്ഡലത്തിലെ പട്ടാമ്പി റോഡിൽ ഒരു ഗർഭിണി വീണ് അബോർഷനായി സർ. ഈ കൊലക്കുറ്റത്തിന് ആരുടെ പേരിലാണ് സർ കേസെടുക്കുക? ജനിക്കാതെ പോയ ആ കുഞ്ഞിന്റെ ഘാതകൻ PWD ഡിപ്പാർട്ട്മെന്റ് ആണ് സർ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിച്ചാൽ എത്ര റോഡുണ്ട് മെച്ചം? ഞാൻ ഈ ചർച്ച തുടങ്ങുമ്പോ ഭരണകക്ഷിയിലെ ഒരുപാട് MLAമാർ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ റോഡ് കൂടി ഒന്ന് പറയണമെന്ന്. പക്ഷേ എനിക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം എത്ര മെച്ചപ്പെട്ടത്? നജീബ് കാന്തപുരത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ഭരണപക്ഷം ശ്രമിച്ചപ്പോൾ കൃത്യമായി ഇടപെടൽ നടത്തിയ സ്പീക്കർ AN ഷംസീർ കൂടുതൽ സമയം അനുവദിച്ചെന്ന് കാണിച്ച് മന്ത്രി MP രാജേഷ് സ്വരം ഘടിപ്പിച്ചു. എന്നാൽ സ്പീക്കർ ഷംസീർ തന്റെ സമയം ശരിയാണെന്ന് വ്യക്തമാക്കിയപ്പോൾ പ്രതിപക്ഷത്തിന് അതൊരു ഹരമായി. 16 മിനിറ്റും 22 സെക്കൻഡുമാണ്. ഞാൻ സ്റ്റെയറിനോടാണ് പറയുന്നത്. 16 മിനിറ്റും 22 സെക്കൻഡുമാണ് അങ്ങ് ഉദാരമായി അനുവദിച്ചത്. ഒരു വിരോധവുമില്ല. അങ്ങ് മന്ത്രിമാരെ എല്ലാം കർശനമായിട്ട് നിയന്ത്രിക്കാറുണ്ട്. ഈ ഉദാരത മന്ത്രിമാരോട് കൂടി കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കും. ബഹുമാനപ്പെട്ട മന്ത്രി തെറ്റായി മനസ്സിലാക്കി. ഞാൻ പറഞ്ഞോളാം, ചെയർ പറഞ്ഞോളാം. അത് ഡിജിറ്റൽ ക്ലോക്കിലെ തെറ്റാണ്. ഞാനിവിടെ ക്ലോക്കിൽ നോക്കില്ല. അദ്ദേഹം 10 മിനിറ്റ് എടുത്തുള്ളൂ. യെസ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. നജീബ് കാന്തപുരം MLAയുടെ വാദങ്ങളെല്ലാം അബദ്ധജടിലമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു മുഹമ്മദ് റിയാസ് മറുപടി ആരംഭിച്ചത്.
മാത്രമല്ല മണിച്ചിത്രത്താഴ് സിനിമ താനും പലവട്ടം കണ്ടിട്ടുണ്ടെന്ന് വിളിച്ചറിയിക്കുന്നതായി നാഗവല്ലിയെ കൂട്ടുപിടിച്ചുള്ള റിയാസിന്റെ തഗ്ഗു മറുപടി. പല MLA-മാരും ഇവിടെ വന്ന് ഒരു എഴുത്ത് എഴുതി തന്നിട്ടുണ്ട്, അവരുടേതായ എഴുത്ത്. കാരണം അദ്ദേഹം പറഞ്ഞ പല റോഡും ഈ MLA-മാരുടെ മണ്ഡലത്തിലാണ്. ആ റോഡൊക്കെ ഒരു കുഴപ്പമില്ല എന്ന് മാത്രമല്ല നല്ല നിലയിൽ പോകുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ ഓരോ റോഡായിട്ട് പറയുന്നില്ല. സംസ്ഥാന ശരാശരിയേക്കാൾ കൂടുതൽ BMNBC റോഡായി മാറിയ മണ്ഡലമാണ് പെരിന്തൽമണ്ണ. അത് 50 അല്ല 60 അല്ല അതിലും കൂടുതലാണ്. സർ, അദ്ദേഹം ഇവിടെ മണിച്ചിത്രത്താഴിന്റെ കഥ പറഞ്ഞു, മണിച്ചിത്രത്താഴിലെ കുതിരവട്ടം പപ്പുവിന്റെ കഥ പറഞ്ഞു. സർ, ശോഭനയുടെ അത്യുജ്വല അഭിനയം ഗംഗയും നാഗവല്ലിയുമായി മാറുന്ന മണിച്ചിത്രത്താഴ്. അതിൽ ഗംഗ ശോഭന വളരെ വിനയത്തോടെയുള്ള ശോഭനയാണ്. ഞാൻ പ്രതീക്ഷിച്ചത് അദ്ദേഹം ഒരു ഗംഗ ശോഭനയാകുമെന്നാണ്. കാരണം തൻ്റെ മണ്ഡലത്തിൽ ഇത്രയധികം BMNBC റോഡും പദ്ധതികളും കിട്ടിയതിൽ ഒരു ഗംഗ ശോഭനയാകുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ ഞാൻ ഞെട്ടിപ്പോയി സർ, അദ്ദേഹം ഒരു നാഗവല്ലി ശോഭനയായി മാറി എന്നുള്ളത് ഞാൻ ഞെട്ടിപ്പോയി സർ. പിന്നെയുള്ള ചില പ്രശ്നങ്ങളും നമ്മൾ കൂട്ടായി ചർച്ച ചെയ്തു, MLA-മാരുൾപ്പെടെ. ഇപ്പോൾ കുടിവെള്ള പ്രശ്നം വന്നാൽ ഏറ്റവും അധികം റോഡ് കീറാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നത് MLA-മാരാണ് സർ. അത് നമുക്ക് വേണ്ടാന്ന് പറയാൻ പറ്റില്ല, ജനങ്ങൾക്ക് വെള്ളം കൊടുക്കേണ്ടത്. അത് കുടിവെള്ളത്തിന് പൈപ്പിടാൻ ആകാശത്തു കൂടെ നമുക്ക് സാധിക്കില്ല സാർ, ഈ റോഡിലൂടെയേ പറ്റുകയുള്ളൂ. അപ്പം അതിൻ്റെ ഭാഗമായി നമ്മൾ അതിന് അനുമതി കൊടുക്കുന്നു സാർ. റോഡ് അപകടം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ചില ഭാഷകൾ ഉപയോഗിച്ചു. ഞാൻ അതിലൊന്നും കുറ്റം പറയില്ല, അതൊക്കെ ജനം പൊതുവെ വിലയിരുത്തുന്ന കാര്യമാണ്. സാർ, ഇന്ന് ബഷീറിൻ്റെ ചരമദിനമാണ്. ചൊറിയുന്നിടത്ത് മാന്തുന്നതിനേക്കാൾ ആത്മസുഖം, വലിയ ആനന്ദം ലോകത്ത് വേറെയില്ല എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഓർമ്മപ്പെടുത്തി സാർ. സാർ, ചൊറിയുമ്പോൾ മാന്തുന്നത് സ്വാഭാവികമാണ് സാർ. കുറച്ചു കാലമായി PWD വകുപ്പ് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതിന്റെ പ്രയാസത്തിന്റെ ഭാഗമായിട്ടുള്ള ചൊറിച്ചിൽ നമുക്ക് മനസ്സിലാക്കാം സാർ. അതിന് മാന്തിക്കോ സാർ, മാന്തുന്നതിൽ കുഴപ്പമില്ല. എന്നാൽ മാന്തുമ്പോൾ മുറിവേൽക്കുന്നത് സ്വന്തം ശരീരത്തിലാണ് എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണെന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു സാർ. വിമർശനങ്ങൾ മുഹമ്മദ് റിയാസ് അതേ സ്പിരിറ്റിലെടുക്കണം. പ്രതിപക്ഷത്തിന്റെ ചൂണ്ടിക്കാട്ടലുകൾ മന്ത്രിക്ക് തന്റെ ഭാഗം വ്യക്തമാക്കാനുള്ള അവസരമാണ്. വിമർശകരുടെ ശൈലിയെ പരിഹസിക്കും വിധം വ്യക്തിപരമായി മറുപടി പറയുന്നത് ശരിയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. തിരുവനന്തപുരത്തുനിന്നൊരു കാർ എറണാകുളത്തെത്താൻ 7 മണിക്കൂർ 8 മണിക്കൂർ എടുക്കുകയാണ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഹൈവേ തീരുന്നത് വരെ അങ്ങനെ പോയാൽ മതിയോ? രോഗികളെ കൊണ്ട് ആംബുലൻസ് പോകുന്നില്ലേ? സുഖമില്ലാത്തവരെ ആശുപത്രിയിൽ പോകുന്നില്ലേ? കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ലേ? ആളുകൾ ജോലിക്ക് പോകുന്നില്ലേ? ഹൈവേ തീർന്നിട്ട് യാത്ര ചെയ്താൽ മതിയോ കേരളത്തിൽ? അപ്പൊ അതിന് ബദൽ സംവിധാനം സംസ്ഥാന സർക്കാർ ഇടപെടണം. ഇത്രയും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ കൂടി എല്ലാവരെയും ബാധിക്കുന്ന നിർദ്ദേശങ്ങൾ കൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിന് നോട്ടീസ് കൊടുത്തത്. ബഹുമാനപ്പെട്ട മന്ത്രി അത് വ്യക്തിപരമായി എടുത്ത് അത് പെരിന്തൽമണ്ണ MLA കുറിച്ച് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അത് ഓരോരുത്തരുടേതായ രീതിയിൽ അവതരിപ്പിക്കും. ഓരോരുത്തരുടെ രീതിയിൽ ചിലർ അഗ്രസീവായി അവതരിപ്പിക്കും, ചിലർ പതിയെ അവതരിപ്പിക്കും. അത് ഓരോ രീതിയാണ്. അങ്ങയുടെ രീതി വളരെ വ്യത്യസ്തമാണല്ലോ. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അല്ല, എന്റെ രീതി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അത് ഓരോരുത്തരുടെ രീതിയാണ്. അതൊന്നും മന്ത്രിമാർ വ്യക്തിപരമായി എടുക്കരുത്. നിങ്ങൾക്ക് പറയാൻ കിട്ടുന്ന ഒരു അവസരമായിട്ട് കൂടി നിങ്ങൾ ഇതിനെടുക്കണം. അങ്ങൊരു പുതുമുഖമായതുകൊണ്ട് കൂടിയാണ് നിയമസഭ, അങ്ങ് മന്ത്രിയാണ്. പരസ്പര ബഹുമാനം എല്ലാവർക്കും ബാധകമാണെന്നും ഇങ്ങോട്ടുള്ള സമീപനം പോലെയാകും അങ്ങോട്ടുള്ള സമീപനം എന്ന മുഹമ്മദ് റിയാസിന്റെ മറുപടിയിൽ കൂടുതൽ വാഗ്വാദങ്ങൾക്ക് അനുവദിക്കാതെ സ്പീക്കർ സഭ നിയന്ത്രിക്കുകയായിരുന്നു. ഞാൻ ഇന്ന് സഭയിൽ ലീവ് പറഞ്ഞ് എൻ്റെ മണ്ഡലത്തിലും കൂടിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ ആ ചരമദിനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു, രാത്രി ട്രെയിൻ. അപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞത്. സ്വാഭാവികമായിട്ട് എനിക്ക് പറയാനുള്ളൊരു അവസരം, ഇത്രയും കാലം എല്ലാവരും ടീമായി നിന്ന് ചെയ്ത കാര്യം പറയാനുള്ളൊരു അവസരം കിട്ടുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായി ആ ട്രെയിൻ യാത്ര ഒഴിവാക്കിയിട്ടാണ് സഭയിൽ നിന്നത്. ആ അർത്ഥത്തിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ സാർ, ഒക്കെ ഇങ്ങോട്ട് പറയുന്നതിനനുസരിച്ചായിരിക്കുമല്ലോ അങ്ങോട്ടും പറയുക. ഇങ്ങോട്ട് നല്ല നിലയിലാണെങ്കിൽ അങ്ങോട്ടും നല്ല നിലയിലായി. ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് ആണ് സാർ. സാർ, അങ്ങനെ പറയുന്നവർ ആകെ കുഴപ്പമാണെന്ന് കരുതരുത് സാർ. മനസ്സിലുള്ളത് തുറന്നു പറയുന്ന രീതിയാണ് ഞങ്ങളുടെ രീതി. ആ രീതി ഞങ്ങൾ തുടരും സാർ. അതിൽ വേറെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അകൽച്ചയും ഒരു സംഗതി അതിനകത്തില്ല.